അടുത്ത ചോദ്യം, ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഗോദാവരിയാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി എന്നിവ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ദ്രാവതി, ശബരി എന്നിവ ആരുടെ പോഷക നദികളാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ കുന്നിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ദേശീയ ജലപാത 3 എന്ന് അറിയപ്പെടുന്നു. നാഷണൽ വാട്ടർവേ 3 കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? കൊല്ലത്തെയും കോട്ടപ്പുറത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അതായത് ആക്ച്വലി അത് കൊല്ലം തൊട്ട് കോഴിക്കോട് വരെയാണ് കേട്ടോ. കൊല്ലം തൊട്ട് കോഴിക്കോട് വരെയാണ് നാഷണൽ വാട്ടർവേ 3 വരുന്നത്. നാഷണൽ വാട്ടർവേ 1 അലഹബാദിനെയും ഹാൽഡിയേനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഗംഗാ നദിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധിയേനെയും ദുബ്രിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. നാഷണൽ വാട്ടർവേ 2. നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോഴിക്കോട്. നാഷണൽ വാട്ടർവേ 4 കാക്കിനഡ പുതുച്ചേരി. നാഷണൽ വാട്ടർവേ 8ഉം 9ഉം വീണ്ടും കേരളത്തിലാണ്. 8 ആലപ്പുഴയെ ചങ്ങനാശ്ശേരിയായിട്ടും 9 ആലപ്പുഴയെ കോട്ടയവുമായിട്ട് കണക്ട് ചെയ്യുന്നു. നാഷണൽ വാട്ടർവേ 13 പൂവാർ, ഇരയിമൻ, തുറൈ. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ വാട്ടർവേ 59 വീണ്ടും കേരളത്തിലാണ്. കോട്ടയം, വൈക്കം കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ് ആണ് കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദാണ്. 1974 ഇത് സ്ഥാപിതമാകുന്നത്. ISROയുടെ കീഴിലാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹെർമാറ്റൻ ആണ് കേട്ടോ. ഹെർമാറ്റൻ ആണ്. എന്താണ് പ്രാദേശികവാദം എന്ന് പറയുന്നത്? മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് ചെറിയ പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാദേശികവാദം എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നവയെല്ലാം എന്താണ്? പ്രാദേശികവാദങ്ങളാണ്. അതിൽ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഹെർമാറ്റൻ ആണ്. സഹാറ മരുഭൂമിയിൽ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് എന്ത്? ഹെർമാറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫോൻ എവിടെ വീശുന്ന കാറ്റാണ്? ഇതൊരു പ്രാദേശികവാദമാണ്. ഫോൻ ആൽപ്സ് പർവ്വത, യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയുടെ വടക്കൻ ചെരുവിൽ വീശുന്ന കാറ്റാണ് ഫോൻ എന്ന് പറയുന്നത്. അതേസമയം മിസ്ട്രലോ ഇതേ ആൽപ്സ് പർവ്വത നിരയുടെ തെക്കൻ ചെരുവിൽ വീശുന്ന കാറ്റാണ്. മിസ്ട്രൽ ഇവിടെ ചോദിച്ചിട്ടില്ല, എങ്കിലും ഇത് രണ്ടും ഒരേ ഇതിൽ വരുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഫോൻ ആണെങ്കിൽ എന്താണ്? ആൽപ്സ് പർവ്വത നിരയുടെ വടക്കൻ ചെരുവിലും, മിസ്ട്രൽ ആണെങ്കിൽ ആൽപ്സ് പർവ്വത നിരയുടെ തെക്കൻ ചെരുവിലുമാണ് വീശുന്നത്. ഫോൻ എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റാണെങ്കിൽ മിസ്ട്രൽ എന്ന് പറയുന്നത് എന്താണ്? ശൈത്യക്കാറ്റാണ്. ഇനി തന്നിരിക്കുന്നവയിൽ ചിനൂക്ക് എന്ന് പറഞ്ഞൊരു കാറ്റുണ്ട് അല്ലെ. ഇതൊരു പ്രാദേശികവാദമാണ്. ഇത് വീശുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വത നിരയിലാണ് ചിനൂക്ക് പ്രാദേശികവാദം വീശുന്നത്. ഇത് മഞ്ഞു തീനി എന്ന അർത്ഥമുള്ള ഒരു കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഹെർമാറ്റൻ ആണ്. ലൂ എന്താണ്? ഉത്തരേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് ലൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫോനും മിസ്ട്രലും തമ്മിൽ കൺഫ്യൂസിങ് ആവരുത്, ഒരേപോലെയാണത് വരുന്നത് കേട്ടോ. ചിനൂക്ക് ആണെങ്കിൽ എവിടെയാണ്? റോക്കീസ് പർവ്വത നിരയിലാണ്. ഫോനും മിസ്ട്രലും എവിടെയാണ്? ആൽപ്സ് പർവ്വത നിരയിലാണ്. അടുത്ത ചോദ്യം, ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വിളിക്കുന്ന പേര് എന്താണ്? ലഘൂകരണം എന്നാണ് കേട്ടോ. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന കാരണങ്ങളെയൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, അതിനെയാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മിറ്റിഗേഷൻ അല്ലെങ്കിൽ ലഘൂകരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര.